ലോകത്തെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന കാർലോയുടെ ജീവിതം നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. എല്ലാവരും ഒറിജിനലായി ജനിക്കുന്നു, എന്നാൽ പലരും മരിക്കുന്നത് വെറും ഫോട്ടോ കോപ്പികളായാണ് എന്ന് വിശ്വസിച്ച ആ കൗമാരക്കാരൻ കമ്പ്യൂട്ടർ കീബോർഡുകളെ സ്വർഗത്തിലേക്കുള്ള ഗോവണികളാക്കി മാറ്റി. ജീവിതത്തിന്റെ തിളക്കത്തേക്കാൾ ആത്മീയതയുടെ വെളിച്ചത്തിന് പ്രാധാന്യം നൽകിയ ഈ ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ വിശുദ്ധ കുർബാനയെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആയി കണ്ടു. ആധുനികതയും വിശുദ്ധിയും എങ്ങനെ ചേർന്നു നിൽക്കുമെന്ന് തന്റെ ചുരുങ്ങിയ ജീവിതത്തിലൂടെ കാർലോ നമുക്ക് കാട്ടിത്തരുന്നു. നൈമിഷികമായ ഈ ലോകത്ത് നിത്യമായ സത്യത്തെ തേടിയ ഒരു യുവ മനസ്സിന്റെ കഥയാണിത്. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആ ഡിജിറ്റൽ പാതയിലൂടെ നമുക്കിന്ന് ഒരുമിച്ച് സഞ്ചരിക്കാം. ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ദിവ്യകാരുണ്യത്തിന്റെ പ്രേഷിതനായ വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെ പുണ്യജീവിതത്തെ ആസ്പദമാക്കി നടത്തിയ ക്വിസ് മത്സരത്തിൽ 112 ടീമുകളെ പിറകിലാക്കി ഒന്നാം സമ്മാനാർഹരായ ജെയിംസും ജീവസും നമ്മോടൊപ്പം ചേരുകയാണ്. കേരളത്തെ പ്രതിനിധീകരിച്ച് നിങ്ങൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജെയിംസ് ആൻഡ് ജീവസ്. എന്താണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്? അഭിമാനം, സന്തോഷം, നന്ദി, ഇതൊക്കെയാണ് മനസ്സിൽ. 27 ദിവസത്തോളം ഞങ്ങൾ പഠിച്ചൊരുങ്ങി വിശുദ്ധ കാർലോയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ആ ദിവസങ്ങളിൽ തന്നെ അപ്പയും അമ്മയും ഈ കൊച്ചു വിശുദ്ധന്റെ ജീവചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. 15 വർഷം മാത്രം ജീവിച്ച് ഈ ആധുനിക ലോകത്തിൽ വിശുദ്ധനാകാൻ കഴിയുക എന്നത് ഞങ്ങളെ ആകർഷിച്ചു. മാത്രമല്ല, ഞങ്ങൾക്ക് 15 വയസ്സാണ്. പിന്നീട് അപ്പ ഈ ക്വിസ് കോമ്പറ്റീഷന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു. ഒന്നാം സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നോ? ആദ്യത്തെ 3 സ്ഥാനങ്ങളിലൊന്ന് ഉറപ്പായിരുന്നോ? തീർച്ചയായും. ക്വിസ് മത്സരത്തിന് മുൻപ് പരിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും തുടർച്ചയായി ഞങ്ങൾ പങ്കെടുത്തു. അപ്പയും അമ്മയും ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും വികാരിയച്ഛനും മഠത്തിലെ സിസ്റ്റേഴ്സും സഹായിച്ചു. അന്നു മുതൽ ഈ സമയം വരെ വിശുദ്ധ കാർലോ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നത് പോലെയായിരുന്നു. ഏകദേശം എത്ര ചോദ്യങ്ങൾ പഠിച്ചു? 2500ഓളം. 3 ഭാഷകളിലായി പുറത്തിറങ്ങിയ 20ലേറെ പുസ്തകങ്ങളും വായിച്ചിരുന്നു. ഞങ്ങൾക്ക് കാർലോ ഒരു കൂട്ടുകാരനെ പോലെ തോന്നിയിരുന്നു. മൂന്നാമതൊരാൾ എപ്പോഴും കൂടെയുള്ളതുപോലെ. ശരിയാണ്. അതുമാത്രമല്ല, ദിവ്യകാരുണ്യ ഭക്തിയിൽ ഞങ്ങളും വളർന്നു വന്നു. വിശുദ്ധ കുർബാനയിൽ ഈശോ സത്യദൈവമായി ജീവിക്കുന്നു എന്ന ബോധ്യം, വിശ്വാസം ഞങ്ങളിൽ ആഴപ്പെട്ടു. നവമാധ്യമങ്ങൾ ലോകത്തെ വിരൽത്തുമ്പിലാക്കിയ ഈ കാലത്ത് അതിലൂടെ തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിച്ച കാർലോയാണ് ഞങ്ങളുടെ ഹീറോ. ജീൻസും ടീഷർട്ടും ധരിച്ച് ഹെഡ്സെറ്റ് തലയിൽ വെച്ച് ഇന്റർനെറ്റിനെ ദിവ്യകാരുണ്യ ദേവാലയമാക്കിയ കാർലോ ആധുനിക യുവത്വത്തിന് പ്രചോദന നായകനാണ്, അല്ലേ? അതെ, കാർലോ ഞങ്ങൾക്ക് വഴികാട്ടി. കാർലോ ഞങ്ങളുടെ പ്രിയ വിശുദ്ധൻ. യുഗങ്ങൾക്കിപ്പുറം ഡിജിറ്റൽ ലോകത്തെ വിശുദ്ധയുടെ വിസ്മയമായി ഉദിച്ചുയർന്ന പുണ്യാത്മാവ്, അൾത്താരയിലെ അപ്പത്തെ പ്രാണവായുവാക്കി മാറ്റി കുർബാന എന്ന സ്വർഗത്തിലേക്കുള്ള രാജവീതിയിലൂടെ നടന്നു നീങ്ങിയ കൗമാരക്കാരൻ വിശുദ്ധ കാർലോസ് അക്വിറ്റസിന്റെ ജ്വലിക്കുന്ന ജീവിതം അരങ്ങിലെത്തുകയാണ്. ഈ പുണ്യയാത്ര നമുക്കായി തുറക്കുന്നു. ദ ഹൈവേ ഓഫ് ഹെവൻ, ദ ഹൈവേ ഓഫ് ഹെവൻ, ദ ഹൈവേ ഓഫ് ഹെവൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഭ നൽകിയിരിക്കുന്ന അധികാരത്താൽ നിന്നെ ദൈവപുത്രനായി ജ്ഞാനസ്നാനം ചെയ്യുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ കാർലോ വളർന്നു വന്നു.
നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ് ഇത്. തെക്കൻ ഇറ്റലിയിലെ ലാൻസിയാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വിശുദ്ധ ലെഗോൻഷ്യനും വിശുദ്ധ ഡൊമീഷ്യനും പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തിൽ ഒരു ബ്രസീലിയൻ സന്യാസ പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികന് പെട്ടെന്ന് ഒരു സംശയം. താൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ? ദിവ്യബലിയിലെ പ്രധാന ശുശ്രൂഷ കർമ്മമായ തിരുശരീര രക്തങ്ങൾ വാഴ്ത്തുന്ന സമയത്ത് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന വാക്കുകൾ അദ്ദേഹം ഉരുവിട്ടപ്പോൾ അപ്പവും വീഞ്ഞും യഥാർത്ഥ മനുഷ്യമാംസവും രക്തവുമായി മാറുന്നത് ആ വൈദികൻ കണ്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ കട്ടപിടിച്ച രക്തം പല വ്യത്യസ്ത ആകൃതിയിലും മാതൃകയിലുമുള്ള 5 തുള്ളികളായി പിളർന്നിരിക്കുന്നതായി കാണപ്പെട്ടു. ഈ അത്ഭുതത്തെ പറ്റിയുള്ള വാർത്ത പെട്ടെന്ന് തന്നെ പരന്നപ്പോൾ നാട്ടിലെ ആർച്ച് ബിഷപ്പ് ഒരു അന്വേഷണം നടത്തുകയും സഭ ഇത് ദിവ്യകാരുണ്യ അത്ഭുതമായി അംഗീകരിക്കുകയും ചെയ്തു. ഈശോയെ, ഞാൻ അങ്ങയെ എല്ലാവരെയും അധികം സ്നേഹിക്കുന്നു. തിന്മകൾ ചെയ്യാതെ ചിന്തിക്കാതെ അങ്ങയെ മാത്രം സ്നേഹിച്ച് ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്ത് സ്വർഗത്തിൽ വന്ന് അങ്ങയെ കാണും വരെ, മാലാഖമാരത്ത് സ്തുതിഗീതം പാടുന്നതുവരെ എൻ്റെ ജീവിതത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഓ പരമകാരുണ്യമേ, എന്തൊരാനന്ദമാണ് അങ്ങയുടെ മുൻപിലായിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. ഒരു നീർത്തുള്ളിയായി ഞാൻ നിന്നിൽ അലിയട്ടെ. ഒരു കൊച്ചു നക്ഷത്രമായി നീയാകുന്ന ആകാശത്ത് ഞാൻ തിളങ്ങട്ടെ. പരിമള സൂനമായി നിന്റെ ഉദ്യാനത്തിൽ ഞാൻ വിരിയട്ടെ. നീയാകുന്ന കടലാഴങ്ങളിൽ ഒരു സ്വർണ്ണ മത്സ്യമായി ഞാൻ അലിയട്ടെ. ഓ ദിവ്യകാരുണ്യമേ, നിന്നെ വിട്ടുപിരിയാതിരിക്കാൻ ഞാൻ കൊതിക്കുന്നു. അനുപമ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ, ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നിൽ ഒന്നായി തീരും വരെ പരിശുദ്ധിയോടെ ജീവിക്കാൻ, എന്നെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കൂട്ടായി സദാസമയവും കാവൽമാരാകെ അയക്കണമേ. എൻ്റെ വികാരവിചാരങ്ങളെ പവിത്രീകരിക്കാൻ, എൻ്റെ കാലടികളെ നിയന്ത്രിക്കാൻ, എൻ്റെ പ്രവൃത്തികളെ പരിശോധിക്കാൻ, എൻ്റെ ജീവിതം വിശുദ്ധിയിൽ തുടരാൻ, ശരികളിൽ നിന്ന് ശരികളിലേക്ക് എന്നെ നയിക്കാൻ, ഇപ്പോൾ മുതൽ ഈ നിമിഷം മുതൽ കാവൽമാലാകയുടെ സാന്നിധ്യം എനിക്ക് നൽകിയാലും. ജോൺ, നീയൊന്നും ഡാൻസ് ബാറിൽ പോകാറുണ്ടോ? പിന്നല്ലാതെ, നിന്നെ പോലെ പള്ളിയും പ്രാർത്ഥനയും കൊണ്ട് എന്താ ഗുണം? ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം. പക്ഷേ നിന്റെ ആത്മാവ് അപകടത്തിലാകും ജോൺ. അത് സാരമില്ല, ആദ്യം ശരീരത്തിന്റെ കാര്യം നോക്കട്ടെ. വയസ്സായി കഴിഞ്ഞിട്ട് പിന്നെ ആത്മാവിനെ രക്ഷിക്കാം. എന്തായാലും ഞാൻ നിന്നെ പോലെ പ്രാർത്ഥനക്കാരനാകാനൊന്നും പോകുന്നില്ല. പക്ഷേ ജോൺ, നീ ഇങ്ങനെ പോയാൽ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടും. നീ ഒന്ന് വന്നു നോക്ക്, എന്നിട്ട് തീരുമാനിക്കാറല്ലോ. നീ വാ, ഒന്ന് വന്ന് കാണ്. Say
ഞാനായിരിക്കും. ഇത് കൊള്ളാമല്ലോ. കാർലോ, ഞാൻ എത്ര സുന്ദരിയായിരിക്കുന്നു എന്ന് പറയൂ. നീ സുന്ദരിയാണ്. നിന്നെ ഇത്രയും മനോഹരിയായി സൃഷ്ടിച്ച ദൈവം എത്ര സുന്ദരനായിരിക്കും. നമുക്കായി മിന്നിത്തിളങ്ങുന്ന ഈ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം എത്ര മനോഹരം. സത്യമാണ് പറഞ്ഞത്. മിന്നിത്തിളങ്ങുന്ന ഈ നക്ഷത്രങ്ങളെ നിർമ്മിച്ചവന്റെ മുഖം എത്രയേറെ നക്ഷത്ര ശോഭയുള്ളതായിരിക്കും. അതിമനോഹരമായ ഈ ലോകത്തിൽ നാം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതിനെ പറ്റി നീ ചിന്തിക്കാറില്ലേ കാർലോ? ഞാൻ പറയുന്നത് സർവശക്തനായ സ്വർഗീയ പിതാവ് എത്ര മനോഹരനായിരിക്കുമെന്നാണ്. ആ തേജസ്സുള്ള മുഖം എന്ന് നേരിൽ കാണാനാകും. അവിടുത്തെ നേരിൽ കാണുന്ന സുദിനത്തിൽ തേജസ്സുറ്റ ആ മുഖത്തെ പ്രഭയെ ഞാൻ അതിജീവിക്കുമോ എന്നാണ് എൻ്റെ ഭയം. മോസസിനോട് അവിടുന്ന് പറയുന്നില്ലേ, എൻ്റെ മുഖം നേരിൽ കണ്ടാൽ നീ മരിക്കുമെന്ന്? അതുപോലെ ആ തിരുമുഖം കണ്ട് ആ പ്രശോഭയിൽ മരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൻ എനിക്കുള്ളവനല്ല, അവൻ ദൈവത്തിനുള്ളവനാണ്. അവൻ എനിക്കുള്ളവനല്ല, അവൻ ദൈവത്തിനുള്ളവനാണ്. അവൻ എനിക്കുള്ളവനല്ല, അവൻ ദൈവത്തിനുള്ളവനാണ്.
കാത്തുവച്ച വിസ്മയമായിരുന്നു ആ 15-കാരൻ. കമ്പ്യൂട്ടർ സ്ക്രീനിലെ കോഡിങ്ങുകളെക്കാൾ വേഗത്തിൽ അവന്റെ മനസ്സ് സ്വർഗത്തിലെ രഹസ്യങ്ങൾ വായിച്ചെടുത്തു. എന്നാൽ ദൈവത്തിന്റെ വഴികൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. സാധാരണ ഒരു പനിയെന്ന് കരുതിയത് ലോകം മുഴുവൻ സ്നേഹിച്ച ആ കൗമാരക്കാരനെ മരണത്തിന്റെ നിഴലിലേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. അക്യൂട്ട് ലുക്കീമിയ എന്ന ആ ഭീകരമായ പേര് അവന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ വിറയ്ക്കാത്ത കൈകളോടെ, തളരാത്ത മനസ്സോടെ അവൻ പറഞ്ഞു, എന്റെ സമയം അടുത്തു കഴിഞ്ഞു. പക്ഷേ സന്തോഷത്തോടെ ഞാനിത് സ്വീകരിക്കുന്നു. ഇതാ, വേദനയുടെ തീച്ചൂളയിലും പുഞ്ചിരി തൂകിയ വിശുദ്ധ കാർലോ അക്യൂറ്റസിന്റെ ജീവിതത്തിലെ ആ നിർണായക നിമിഷങ്ങളിലേക്ക് നമുക്ക് കണ്ണു തുറക്കാം. അമ്മേ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ വേദനകളൊക്കെ ഈശോയ്ക്ക് വേണ്ടിയുള്ള എന്റെ കുഞ്ഞു സമർപ്പണങ്ങളല്ലേ? നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അമ്മേ, നോക്കൂ, ഞാൻ എന്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് നൽകിയതാണ്. അവിടെ നിന്ന് കൈവിടില്ല. അമ്മയുടെ കണ്ണുകൾ കണ്ടാൽ എനിക്ക് സങ്കടമാകും. നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതേ കാർലോ, മോൻ പറഞ്ഞതാണ് ശരി. അന്റോണിയ, നീ കരയുന്നത് അവനെ കൂടുതൽ വേദനിപ്പിക്കും. നമുക്ക് കാർലോയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാം. അമ്മേ, ചിരിച്ചേ. ഈ ലോകത്തേക്കാൾ സുന്ദരമായ ഒരിടം നമുക്ക് മുന്നിലുണ്ട്. അവിടെ നമ്മൾ വീണ്ടും കാണും. വെറും 15-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എത്ര ധന്യമായിരിക്കും കൊച്ചു വിശുദ്ധന്റെ അന്ത്യയാത്ര. ഡിജിറ്റൽ ലോകത്തെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന കാർലോയുടെ ജീവിതം നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. എല്ലാവരും ഒറിജിനലായി ജനിക്കുന്നു, എന്നാൽ പലരും മരിക്കുന്നത് വെറും ഫോട്ടോ കോപ്പികളായാണ് എന്ന് വിശ്വസിച്ച ആ കൗമാരക്കാരൻ കമ്പ്യൂട്ടർ കീബോർഡുകളെ സ്വർഗത്തിലേക്കുള്ള ഗോവണികളാക്കി മാറ്റി. ജീവിതത്തിന്റെ തിളക്കത്തേക്കാൾ ആത്മീയതയുടെ വെളിച്ചത്തിന് പ്രാധാന്യം നൽകിയ ഈ ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ വിശുദ്ധ കുർബാനയെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആയി കണ്ടു. ആധുനികതയും വിശുദ്ധിയും എങ്ങനെ ചേർന്നു നിൽക്കുമെന്ന് തന്റെ ചുരുങ്ങിയ ജീവിതത്തിലൂടെ കാർലോ നമുക്ക് കാട്ടിത്തരുന്നു. നൈമിഷികമായ ഈ ലോകത്ത് നിത്യമായ സത്യത്തെ തേടിയ ഒരു യുവ മനസ്സിന്റെ കഥയാണിത്. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആ ഡിജിറ്റൽ പാതയിലൂടെ നമുക്കിന്ന് ഒരുമിച്ച് സഞ്ചരിക്കാം. ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ദിവ്യകാരുണ്യത്തിന്റെ പ്രേഷിതനായ വിശുദ്ധ കാർലോ അക്യൂറ്റസിന്റെ പുണ്യജീവിതത്തെ ആസ്പദമാക്കി നടത്തിയ ക്വിസ് മത്സരത്തിൽ 112 ടീമുകളെ പിറകിലാക്കി 1ാം സമ്മാനാർഹരായ ജെയിംസും ജീവസും നമ്മോടൊപ്പം ചേരുകയാണ്. കേരളത്തെ പ്രതിനിധീകരിച്ച് നിങ്ങൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി ജെയിംസ് ആൻഡ് ജീവസ്. എന്താണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്? അഭിമാനം, സന്തോഷം, നന്ദി, ഇതൊക്കെയാണ് മനസ്സിൽ. 27 ദിവസത്തോളം ഞങ്ങൾ പഠിച്ചൊരുങ്ങി വിശുദ്ധ കാർലോയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ആ ദിവസങ്ങളിൽ തന്നെ അപ്പയും അമ്മയും ഈ കൊച്ചു വിശുദ്ധന്റെ ജീവചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. 15 വർഷം മാത്രം ജീവിച്ച് ഈ ആധുനിക ലോകത്തിൽ വിശുദ്ധനാകാൻ കഴിയുക എന്നത് ഞങ്ങളെ ആകർഷിച്ചു. മാത്രമല്ല, ഞങ്ങൾക്ക് 15 വയസ്സാണ്. പിന്നീട് അപ്പ ഈ ക്വിസ് കോമ്പറ്റീഷന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു. 1ാം സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നോ?
ആദ്യത്തെ 3 സ്ഥാനങ്ങളിലൊന്ന് ഉറപ്പായിരുന്നു. തീർച്ചയായും. ക്വിസ് മത്സരത്തിന് മുമ്പ് പരിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും തുടർച്ചയായി ഞങ്ങൾ പങ്കെടുത്തു. അപ്പയും അമ്മയും ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും വികാരിയച്ഛനും മഠത്തിലെ സിസ്റ്റേഴ്സും സഹായിച്ചു. അന്നു മുതൽ ഈ സമയം വരെ വിശുദ്ധ കാർലോ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നത് പോലെയായിരുന്നു. ഏകദേശം എത്ര ചോദ്യങ്ങൾ പഠിച്ചു? 2500ഓളം. 3 ഭാഷകളിലായി പുറത്തിറങ്ങിയ 20ലേറെ പുസ്തകങ്ങളും വായിച്ചിരുന്നു. ഞങ്ങൾക്ക് കാർലോ ഒരു കൂട്ടുകാരനെ പോലെ തോന്നിയിരുന്നു. മൂന്നാമതൊരാൾ എപ്പോഴും കൂടെയുള്ളതുപോലെ. ശരിയാണ്. അതുമാത്രമല്ല, ദിവ്യകാരുണ്യ ഭക്തിയിൽ ഞങ്ങളും വളർന്നു വന്നു. വിശുദ്ധ കുർബാനയിൽ ഈശോ സത്യദൈവമായി ജീവിക്കുന്നു എന്ന ബോധ്യം, വിശ്വാസം ഞങ്ങളിൽ ആഴപ്പെട്ടു. നവമാധ്യമങ്ങൾ ലോകത്തെ വിരൽത്തുമ്പിലാക്കിയ ഈ കാലത്ത് അതിലൂടെ തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിച്ച കാർലോയാണ് ഞങ്ങളുടെ ഹീറോ. ജീൻസും ടീഷർട്ടും ധരിച്ച് ഹെഡ്സെറ്റ് തലയിൽ വെച്ച് ഇന്റർനെറ്റിനെ ദിവ്യകാരുണ്യ ദേവാലയമാക്കിയ കാർലോ ആധുനിക യുവത്വത്തിന് പ്രചോദന നായകനാണ്, അല്ലേ? അതെ, കാർലോ ഞങ്ങൾക്ക് വഴികാട്ടി. കാർലോ ഞങ്ങളുടെ പ്രിയ വിശുദ്ധൻ. യുഗങ്ങൾക്കിപ്പുറം ഡിജിറ്റൽ ലോകത്തെ വിശുദ്ധിയുടെ വിസ്മയമായി ഉദിച്ചുയർന്ന പുണ്യാത്മാവ്, അൾത്താരയിലെ അപ്പത്തെ പ്രാണവായുവാക്കി മാറ്റി കുർബാന എന്ന സ്വർഗത്തിലേക്കുള്ള രാജവീതിയിലൂടെ നടന്നു നീങ്ങിയ കൗമാരക്കാരൻ, വിശുദ്ധ കാർലോസ് അക്കറ്റിസിന്റെ ജ്വലിക്കുന്ന ജീവിതം അരങ്ങിലെത്തുകയാണ്. ഈ പുണ്യയാത്ര നമുക്കായി തുറക്കുന്നു. ദ ഹൈവേ ഓഫ് ഹെവൻ, ദ ഹൈവേ ഓഫ് ഹെവൻ, ദ ഹൈവേ ഓഫ് ഹെവൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഭ നൽകിയിരിക്കുന്ന അധികാരത്താൽ നിന്നെ ദൈവപുത്രനായി ജ്ഞാനസ്നാനം ചെയ്യുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ കാർലോ വളർന്നു വന്നു.
8-ാം നൂറ്റാണ്ടിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ് ഇത്. തെക്കൻ ഇറ്റലിയിലെ ലാൻസിയാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വിശുദ്ധ ലെഗോൻഷിയനും വിശുദ്ധ ഡൊമീഷ്യനും പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തിൽ ഒരു ബ്രസീലിയൻ സന്യാസ പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികന് പെട്ടെന്ന് ഒരു സംശയം. താൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ? ദിവ്യബലിയിലെ പ്രധാന ശുശ്രൂഷ കർമ്മമായ തിരുശരീര രക്തങ്ങൾ വാഴ്ത്തുന്ന സമയത്ത് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന വാക്കുകൾ അദ്ദേഹം ഉരുവിട്ടപ്പോൾ അപ്പവും വീഞ്ഞും യഥാർത്ഥ മനുഷ്യ മാംസവും രക്തവുമായി മാറുന്നത് ആ വൈദികൻ കണ്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ കട്ടപിടിച്ച രക്തം പല വ്യത്യസ്ത ആകൃതിയിലും മാതൃകയിലുമുള്ള 5 തുള്ളികളായി പിളർന്നിരിക്കുന്നതായി കാണപ്പെട്ടു. ഈ അത്ഭുതത്തെ പറ്റിയുള്ള വാർത്ത പെട്ടെന്ന് തന്നെ പരന്നപ്പോൾ നാട്ടിലെ ആർച്ച് ബിഷപ്പ് ഒരു അന്വേഷണം നടത്തുകയും സഭ ഇത് ദിവ്യകാരുണ്യ അത്ഭുതമായി അംഗീകരിക്കുകയും ചെയ്തു. ഈശോയെ, ഞാൻ അങ്ങയെ എല്ലാവരെയും അധികം സ്നേഹിക്കുന്നു. തിന്മകൾ ചെയ്യാതെ ചിന്തിക്കാതെ അങ്ങയെ മാത്രം സ്നേഹിച്ച് ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്ത് സ്വർഗത്തിൽ വന്ന് അങ്ങയെ കാണും വരെ, മാലാഖമാരത്ത് സ്തുതിഗീതം പാടുന്നതുവരെ എൻ്റെ ജീവിതത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഓ പരമകാരുണ്യമേ, എന്തൊരാനന്ദമാണ് അങ്ങയുടെ മുൻപിലായിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. ഒരു നീർത്തുള്ളിയായി ഞാൻ നിന്നിൽ അലിയട്ടെ. ഒരു കൊച്ചു നക്ഷത്രമായി നീയാകുന്ന ആകാശത്ത് ഞാൻ തിളങ്ങട്ടെ. പരിമള സൂനമായി നിന്റെ ഉദ്യാനത്തിൽ ഞാൻ വിരിയട്ടെ. നീയാകുന്ന കടലാഴങ്ങളിൽ ഒരു സ്വർണ്ണ മത്സ്യമായി ഞാൻ അലിയട്ടെ. ഓ ദിവ്യകാരുണ്യമേ, നിന്നെ വിട്ടുപിരിയാതിരിക്കാൻ ഞാൻ കൊതിക്കുന്നു. അനുപമ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ, ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നിൽ ഒന്നായി തീരും വരെ പരിശുദ്ധിയോടെ ജീവിക്കാൻ എന്നെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കൂട്ടായി സദാസമയവും കാവൽമാരാകെ അയക്കണമേ. എൻ്റെ വിചാരങ്ങളെ പവിത്രീകരിക്കാൻ, എൻ്റെ കാലടികളെ നിയന്ത്രിക്കാൻ, എൻ്റെ പ്രവൃത്തികളെ പരിശോധിക്കാൻ, എൻ്റെ ജീവിതം വിശുദ്ധിയിൽ തുടരാൻ, ശരികളിൽ നിന്ന് ശരികളിലേക്ക് എന്നെ നയിക്കാൻ ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ കാവൽമാലാകയുടെ സാന്നിധ്യം എനിക്ക് നൽകിയാലും. ജോൺ, നീയൊന്നും ഡാൻസ് ബാറിൽ പോകാറുണ്ടോ? പിന്നല്ലാതെ, നിന്നെ പോലെ പള്ളിയും പ്രാർത്ഥനയും കൊണ്ട് എന്താ ഗുണം? ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം. പക്ഷേ നിന്റെ ആത്മാവ് അപകടത്തിലാകും ജോൺ. അത് സാരമില്ല, ആദ്യം ശരീരത്തിന്റെ കാര്യം നോക്കട്ടെ. വയസ്സായി കഴിഞ്ഞിട്ട് പിന്നെ ആത്മാവിനെ രക്ഷിക്കാം. എന്തായാലും ഞാൻ നിന്നെ പോലെ പ്രാർത്ഥനക്കാരനാകാനൊന്നും പോകുന്നില്ല. പക്ഷേ ജോൺ, നീ ഇങ്ങനെ പോയാൽ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടും. നീ ഒന്ന് വന്നു നോക്ക്, എന്നിട്ട് തീരുമാനിക്കാറല്ലോ. നീ വാ, ഒന്ന് വന്ന് കാണ്. Say
അയ്യേ ഇതിനാണ് ഡാൻസ് ഡാൻസ് ഇവനായിരിക്കും. ഇത് കൊള്ളാനില്ല. കാർലോ, ഞാൻ എത്ര സുന്ദരിയായിരിക്കുന്നുവെന്ന് പറയൂ. നീ സുന്ദരിയാണ്. നിന്നെ ഇത്രയും മനോഹരിയായി സൃഷ്ടിച്ച ദൈവം എത്ര സുന്ദരനായിരിക്കും. നമുക്കായി മിന്നിത്തിളങ്ങുന്ന ഈ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം എത്ര മനോഹരം. സത്യമാണ് പറഞ്ഞത്. മിന്നിത്തിളങ്ങുന്ന ഈ നക്ഷത്രങ്ങളെ നിർമ്മിച്ചവന്റെ മുഖം എത്രയേറെ നക്ഷത്ര ശോഭയുള്ളതായിരിക്കും. അതിമനോഹരമായ ഈ ലോകത്തിൽ നാം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതിനെ പറ്റി നീ ചിന്തിക്കാറില്ലേ കാർലോ? ഞാൻ പറയുന്നത് സർവശക്തനായ സ്വർഗീയ പിതാവ് എത്ര മനോഹരനായിരിക്കുമെന്നാണ്. ആ തേജസ്സുള്ള മുഖം എന്ന് നേരിൽ കാണാനാകും. അവിടുത്തെ നേരിൽ കാണുന്ന സുദിനത്തിൽ തേജസ്സുറ്റ ആ മുഖത്തെ പ്രഭയെ ഞാൻ അതിജീവിക്കുമോ എന്നാണ് എൻ്റെ ഭയം. മോസസിനോട് അവിടുന്ന് പറയുന്നില്ലേ, എൻ്റെ മുഖം നേരിൽ കണ്ടാൽ നീ മരിക്കുമെന്ന്? അതുപോലെ ആ തിരുമുഖം കണ്ട് ആ പ്രശോഭയിൽ മരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൻ എനിക്കുള്ളവനല്ല, അവൻ ദൈവത്തിനുള്ളവനാണ്. അവൻ എനിക്കുള്ളവനല്ല, അവൻ ദൈവത്തിനുള്ളവനാണ്. അവൻ എനിക്കുള്ളവനല്ല,
കാഴ്ച വിസ്മയമായിരുന്നു ആ 15-കാരൻ. കമ്പ്യൂട്ടർ സ്ക്രീനിലെ കോഡിങ്ങുകളേക്കാൾ വേഗത്തിൽ അവന്റെ മനസ്സ് സ്വർഗത്തിലെ രഹസ്യങ്ങൾ വായിച്ചെടുത്തു. എന്നാൽ ദൈവത്തിന്റെ വഴികൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. സാധാരണ ഒരു പനിയെന്ന് കരുതിയത് ലോകം മുഴുവൻ സ്നേഹിച്ച ആ കൗമാരക്കാരനെ മരണത്തിന്റെ നിഴലിലേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. അക്യൂട്ട് ലുക്കീമിയ എന്ന ആ ഭീകരമായ പേര് അവന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ വിറയ്ക്കാത്ത കൈകളോടെ, തളരാത്ത മനസ്സോടെ അവൻ പറഞ്ഞു, എന്റെ സമയം അടുത്തു കഴിഞ്ഞു. പക്ഷേ സന്തോഷത്തോടെ ഞാനിത് സ്വീകരിക്കുന്നു. ഇതാ വേദനയുടെ തീച്ചൂളയിലും പുഞ്ചിരി തൂകിയ വിശുദ്ധ കാർലോ അക്യൂറ്റസിന്റെ ജീവിതത്തിലെ ആ നിർണായക നിമിഷങ്ങളിലേക്ക് നമുക്ക് കണ്ണു തുറക്കാം. അമ്മേ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ വേദനകളൊക്കെ ഈശോയ്ക്ക് വേണ്ടിയുള്ള എന്റെ കുഞ്ഞു സമർപ്പണങ്ങളല്ലേ? നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അമ്മേ, നോക്കൂ, ഞാൻ എന്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് നൽകിയതാണ്. അവിടെ നിന്ന് കൈവിടില്ല. അമ്മയുടെ കണ്ണുകൾ കണ്ടാൽ എനിക്ക് സങ്കടമാകും. നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതേ കാർലോ, മോൻ പറഞ്ഞതാണ് ശരി. അന്റോണിയ, നീ കരയുന്നത് അവനെ കൂടുതൽ വേദനിപ്പിക്കും. നമുക്ക് കാർലോയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാം. അമ്മേ, ചിരിച്ചേ. ഈ ലോകത്തേക്കാൾ സുന്ദരമായ ഒരിടം നമുക്ക് മുന്നിലുണ്ട്. അവിടെ നമ്മൾ വീണ്ടും കാണും. വെറും 15-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എത്ര ധന്യമായിരിക്കും കൊച്ചു വിശുദ്ധന്റെ അന്ത്യയാത്ര. ഡിജിറ്റൽ ലോകത്തെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന കാർലോയുടെ ജീവിതം നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. എല്ലാവരും ഒറിജിനലായി ജനിക്കുന്നു, എന്നാൽ പലരും മരിക്കുന്നത് വെറും ഫോട്ടോ കോപ്പികളായാണ് എന്ന് വിശ്വസിച്ച ആ കൗമാരക്കാരൻ കമ്പ്യൂട്ടർ കീബോർഡുകളെ സ്വർഗത്തിലേക്കുള്ള ഗോവണികളാക്കി മാറ്റി. ജീവിതത്തിന്റെ തിളക്കത്തേക്കാൾ ആത്മീയതയുടെ വെളിച്ചത്തിന് പ്രാധാന്യം നൽകിയ ഈ ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ വിശുദ്ധ കുർബാനയെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആയി കണ്ടു. ആധുനികതയും വിശുദ്ധിയും എങ്ങനെ ചേർന്ന് നിൽക്കുമെന്ന് തന്റെ ചുരുങ്ങിയ ജീവിതത്തിലൂടെ കാർലോ നമുക്ക് കാട്ടിത്തരുന്നു. നൈമിഷികമായ ഈ ലോകത്ത് നിത്യമായ സത്യത്തെ തേടിയ ഒരു യുവ മനസ്സിന്റെ കഥയാണിത്. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആ ഡിജിറ്റൽ പാതയിലൂടെ നമുക്കിന്ന് ഒരുമിച്ച് സഞ്ചരിക്കാം. ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ദിവ്യകാരുണ്യത്തിന്റെ പ്രേഷിതനായ വിശുദ്ധ കാർലോ അക്യൂറ്റസിന്റെ പുണ്യജീവിതത്തെ ആസ്പദമാക്കി നടത്തിയ ക്വിസ് മത്സരത്തിൽ 112 ടീമുകളെ പിറകിലാക്കി 1ാം സമ്മാനാർഹരായ ജെയിംസും ജീവസും നമ്മോടൊപ്പം ചേരുകയാണ്. കേരളത്തെ പ്രതിനിധീകരിച്ച് നിങ്ങൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി ജെയിംസ് ആൻഡ് ജീവസ്. എന്താണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്? അഭിമാനം, സന്തോഷം, നന്ദി, ഇതൊക്കെയാണ് മനസ്സിൽ. 27 ദിവസത്തോളം ഞങ്ങൾ പഠിച്ചൊരുങ്ങി വിശുദ്ധ കാർലോയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ആ ദിവസങ്ങളിൽ തന്നെ അപ്പയും അമ്മയും ഈ കൊച്ചു വിശുദ്ധന്റെ ജീവചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. 15 വർഷം മാത്രം ജീവിച്ച് ഈ ആധുനിക ലോകത്തിൽ വിശുദ്ധനാകാൻ കഴിയുക എന്നത് ഞങ്ങളെ ആകർഷിച്ചു. മാത്രമല്ല, ഞങ്ങൾക്ക് 15 വയസ്സാണ്. പിന്നീട് അപ്പ ഈ ക്വിസ് കോമ്പറ്റീഷന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു. 1ാം സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നോ?
ആദ്യത്തെ 3 സ്ഥാനങ്ങളിലൊന്ന് ഉറപ്പായിരുന്നു. തീർച്ചയായും. ക്വിസ് മത്സരത്തിന് മുൻപ് പരിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും തുടർച്ചയായി ഞങ്ങൾ പങ്കെടുത്തു. അപ്പയും അമ്മയും ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും വികാരി അച്ഛനും മഠത്തിലെ സിസ്റ്റേഴ്സും സഹായിച്ചു. അന്നു മുതൽ ഈ സമയം വരെ വിശുദ്ധ കാർലോ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നത് പോലെയായിരുന്നു. ഏകദേശം എത്ര ചോദ്യങ്ങൾ പഠിച്ചു? 2500ഓളം. 3 ഭാഷകളിലായി പുറത്തിറങ്ങിയ 20ലേറെ പുസ്തകങ്ങളും വായിച്ചിരുന്നു. ഞങ്ങൾക്ക് കാർലോ ഒരു കൂട്ടുകാരനെ പോലെ തോന്നിയിരുന്നു. മൂന്നാമതൊരാൾ എപ്പോഴും കൂടെയുള്ളതുപോലെ. ശരിയാണ്. അതുമാത്രമല്ല, ദിവ്യകാരുണ്യ ഭക്തിയിൽ ഞങ്ങളും വളർന്നു വന്നു. വിശുദ്ധ കുർബാനയിൽ ഈശോ സത്യദൈവമായി ജീവിക്കുന്നു എന്ന ബോധ്യം, വിശ്വാസം ഞങ്ങളിൽ ആഴപ്പെട്ടു. നവമാധ്യമങ്ങൾ ലോകത്തെ വിരൽത്തുമ്പിലാക്കിയ ഈ കാലത്ത് അതിലൂടെ തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിച്ച കാർലോയാണ് ഞങ്ങളുടെ ഹീറോ. ജീൻസും ടീഷർട്ടും ധരിച്ച് ഹെഡ്സെറ്റ് തലയിൽ വെച്ച് ഇന്റർനെറ്റിനെ ദിവ്യകാരുണ്യ ദേവാലയമാക്കിയ കാർലോ ആധുനിക യുവത്വത്തിന് പ്രചോദന നായകനാണ്, അല്ലേ? അതെ, കാർലോ ഞങ്ങൾക്ക് വഴികാട്ടി. കാർലോ ഞങ്ങളുടെ പ്രിയ വിശുദ്ധൻ. യുഗങ്ങൾക്കിപ്പുറം ഡിജിറ്റൽ ലോകത്തെ വിശുദ്ധിയുടെ വിസ്മയമായി ഉദിച്ചുയർന്ന പുണ്യാത്മാവ്, അൾത്താരയിലെ അപ്പത്തെ പ്രാണവായുവാക്കി മാറ്റി കുർബാന എന്ന സ്വർഗത്തിലേക്കുള്ള രാജവീതിയിലൂടെ നടന്നു നീങ്ങിയ കൗമാരക്കാരൻ, വിശുദ്ധ കാർലോസ് അക്കറ്റിസിന്റെ ജ്വലിക്കുന്ന ജീവിതം അരങ്ങിലെത്തുകയാണ്. ഈ പുണ്യയാത്ര നമുക്കായി തുറക്കുന്നു. The highway of heaven, the highway of heaven, the highway of heaven. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഭ നൽകിയിരിക്കുന്ന അധികാരത്താൽ നിന്നെ ദൈവപുത്രനായി ജ്ഞാനസ്നാനം ചെയ്യുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ കാർലോ വളർന്നു വന്നു.
ദിവ്യകാരുണ്യ അത്ഭുതമാണ് ഇത്. തെക്കൻ ഇറ്റലിയിലെ ലാൻസിയാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വിശുദ്ധ ലെഗോൺഷ്യനും വിശുദ്ധ ഡൊമീഷ്യനും പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തിൽ ഒരു ബ്രസീലിയൻ സന്യാസ പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികന് പെട്ടെന്ന് ഒരു സംശയം. താൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ? ദിവ്യബലിയിലെ പ്രധാന ശുശ്രൂഷ കർമ്മമായ തിരുശരീര രക്തങ്ങൾ വാഴ്ത്തുന്ന സമയത്ത് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന വാക്കുകൾ അദ്ദേഹം ഉരുവിട്ടപ്പോൾ അപ്പവും വീഞ്ഞും യഥാർത്ഥ മനുഷ്യമാംസവും രക്തവുമായി മാറുന്നത് ആ വൈദികൻ കണ്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ കട്ടപിടിച്ച രക്തം പല വ്യത്യസ്ത ആകൃതിയിലും മാതൃകയിലുമുള്ള 5 തുള്ളികളായി പിളർന്നിരിക്കുന്നതായി കാണപ്പെട്ടു. ഈ അത്ഭുതത്തെ പറ്റിയുള്ള വാർത്ത പെട്ടെന്ന് തന്നെ പരന്നപ്പോൾ നാട്ടിലെ ആർച്ച് ബിഷപ്പ് ഒരു അന്വേഷണം നടത്തുകയും സഭ ഇത് ദിവ്യകാരുണ്യ അത്ഭുതമായി അംഗീകരിക്കുകയും ചെയ്തു. ഈശോയെ, ഞാൻ അങ്ങയെ എല്ലാവരെയും അധികം സ്നേഹിക്കുന്നു. തിന്മകൾ ചെയ്യാതെ ചിന്തിക്കാതെ അങ്ങയെ മാത്രം സ്നേഹിച്ച് ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്ത് സ്വർഗത്തിൽ വന്ന് അങ്ങയെ കാണും വരെ, മാലകമാരത്ത് സ്തുതിഗീതം പാടുന്നതുവരെ എൻ്റെ ജീവിതത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഓ പരമകാരുണ്യമേ, എന്തൊരാനന്ദമാണ് അങ്ങയുടെ മുൻപിലായിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. ഒരു നീർത്തുള്ളിയായി ഞാൻ നിന്നിൽ അലിയട്ടെ. ഒരു കൊച്ചു നക്ഷത്രമായി നീയാകുന്ന ആകാശത്ത് ഞാൻ തിളങ്ങട്ടെ. പരിമള സൂനമായി നിന്റെ ഉദ്യാനത്തിൽ ഞാൻ വിരിയട്ടെ. നീയാകുന്ന കടലാഴങ്ങളിൽ ഒരു സ്വർണ്ണ മത്സ്യമായി ഞാൻ അലിയട്ടെ. ഓ ദിവ്യകാരുണ്യമേ, നിന്നെ വിട്ടുപിരിയാതിരിക്കാൻ ഞാൻ കൊതിക്കുന്നു. അനുപമ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ, ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നിൽ ഒന്നായി തീരും വരെ പരിശുദ്ധിയോടെ ജീവിക്കാൻ, എന്നെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കൂട്ടായി സദാസമയവും കാവൽമാരാകെ അയക്കണമേ. എൻ്റെ വികാര വിചാരങ്ങളെ പവിത്രീകരിക്കാൻ, എൻ്റെ കാലടികളെ നിയന്ത്രിക്കാൻ, എൻ്റെ പ്രവൃത്തികളെ പരിശോധിക്കാൻ, എൻ്റെ ജീവിതം വിശുദ്ധിയിൽ തുടരാൻ, ശരികളിൽ നിന്ന് ശരികളിലേക്ക് എന്നെ നയിക്കാൻ, ഇപ്പോൾ മുതൽ ഈ നിമിഷം മുതൽ കാവൽമാലാകയുടെ സാന്നിധ്യം എനിക്ക് നൽകിയാലും. ജോൺ, നീയൊന്നും ഡാൻസ് ബാറിൽ പോകാറുണ്ടോ? പിന്നല്ലാതെ, നിന്നെ പോലെ പള്ളിയും പ്രാർത്ഥനയും കൊണ്ട് എന്താ ഗുണം? ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം. പക്ഷേ നിന്റെ ആത്മാവ് അപകടത്തിലാകും ജോൺ. അത് സാരമില്ല, ആദ്യം ശരീരത്തിന്റെ കാര്യം നോക്കട്ടെ. വയസ്സായി കഴിഞ്ഞിട്ട് പിന്നെ ആത്മാവിനെ രക്ഷിക്കാം. എന്തായാലും ഞാൻ നിന്നെ പോലെ പ്രാർത്ഥനക്കാരനാകാനൊന്നും പോകുന്നില്ല. പക്ഷേ ജോൺ, നീ ഇങ്ങനെ പോയാൽ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടും. നീ ഒന്ന് വന്നു നോക്ക്, എന്നിട്ട് തീരുമാനിക്കാറല്ലോ. നീ വാ, ഒന്ന് വന്ന് കാണ്. Use
കാർലോ, ഞാൻ എത്ര സുന്ദരിയായിരിക്കുന്നുവെന്ന് പറയൂ. നീ സുന്ദരിയാണ്. നിന്നെ ഇത്രയും മനോഹരിയായി സൃഷ്ടിച്ച ദൈവം എത്ര സുന്ദരനായിരിക്കും. നമുക്കായി മിന്നിത്തിളങ്ങുന്ന ഈ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം എത്ര മനോഹരം. സത്യമാണ് പറഞ്ഞത്. മിന്നിത്തിളങ്ങുന്ന ഈ നക്ഷത്രങ്ങളെ നിർമ്മിച്ചവന്റെ മുഖം എത്രയേറെ നക്ഷത്ര ശോഭയുള്ളതായിരിക്കും. അതിമനോഹരമായ ഈ ലോകത്തിൽ നാം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതിനെ പറ്റി നീ ചിന്തിക്കാറില്ലേ കാർലോ? ഞാൻ പറയുന്നത് സർവശക്തനായ സ്വർഗീയ പിതാവ് എത്ര മനോഹരനായിരിക്കുമെന്നാണ്. ആ തേജസ്സുള്ള മുഖം എന്ന് നേരിൽ കാണാനാകും. അവിടുത്തെ നേരിൽ കാണുന്ന സുദിനത്തിൽ തേജസ്സുറ്റ ആ മുഖത്തെ, പ്രഭയെ ഞാൻ അതിജീവിക്കുമോ എന്നാണ് എൻ്റെ ഭയം. മോസസിനോട് അവിടുന്ന് പറയുന്നില്ലേ, എൻ്റെ മുഖം നേരിൽ കണ്ടാൽ നീ മരിക്കുമെന്ന്? അതുപോലെ ആ തിരുമുഖം കണ്ട് ആ പ്രശോഭയിൽ മരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൻ എനിക്കുള്ളവനല്ല, അവൻ ദൈവത്തിനുള്ളവനാണ്. അവൻ എനിക്കുള്ളവനല്ല, അവൻ ദൈവത്തിനുള്ളവനാണ്. അവൻ എനിക്കുള്ളവനല്ല, അവൻ ദൈവത്തിനുള്ളവനാണ്.
കാത്തുവെച്ച വിസ്മയമായിരുന്നു ആ 15-കാരൻ. കമ്പ്യൂട്ടർ സ്ക്രീനിലെ കോഡിങ്ങുകളെക്കാൾ വേഗത്തിൽ അവന്റെ മനസ്സ് സ്വർഗത്തിലെ രഹസ്യങ്ങൾ വായിച്ചെടുത്തു. എന്നാൽ ദൈവത്തിന്റെ വഴികൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. സാധാരണ ഒരു പനിയെന്ന് കരുതിയത് ലോകം മുഴുവൻ സ്നേഹിച്ച ആ കൗമാരക്കാരനെ മരണത്തിന്റെ നിഴലിലേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. അക്യൂട്ട് ലുക്കീമിയ എന്ന ആ ഭീകരമായ പേര് അവന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ വിറയ്ക്കാത്ത കൈകളോടെ, തളരാത്ത മനസ്സോടെ അവൻ പറഞ്ഞു, എന്റെ സമയം അടുത്തു കഴിഞ്ഞു. പക്ഷേ സന്തോഷത്തോടെ ഞാനിത് സ്വീകരിക്കുന്നു. ഇതാ വേദനയുടെ തീച്ചൂളയിലും പുഞ്ചിരി തൂകിയ വിശുദ്ധ കാർലോ അക്യൂറ്റസിന്റെ ജീവിതത്തിലെ ആ നിർണായക നിമിഷങ്ങളിലേക്ക് നമുക്ക് കണ്ണു തുറക്കാം. അമ്മേ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ വേദനകളൊക്കെ ഈശോയ്ക്ക് വേണ്ടിയുള്ള എന്റെ കുഞ്ഞു സമർപ്പണങ്ങളല്ലേ? നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അമ്മേ, നോക്കൂ, ഞാൻ എന്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് നൽകിയതാണ്. അവിടെ നിന്ന് കൈവിടില്ല. അമ്മയുടെ കണ്ണുകൾ കണ്ടാൽ എനിക്ക് സങ്കടമാകും. നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതേ കാർലോ, മോൻ പറഞ്ഞതാണ് ശരി. അന്റോണിയ, നീ കരയുന്നത് അവനെ കൂടുതൽ വേദനിപ്പിക്കും. നമുക്ക് കാർലോയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാം. അമ്മേ, ചിരിച്ചേ. ഈ ലോകത്തേക്കാൾ സുന്ദരമായ ഒരിടം നമുക്ക് മുന്നിലുണ്ട്. അവിടെ നമ്മൾ വീണ്ടും കാണും. വെറും 15-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എത്ര ധന്യമായിരിക്കും കൊച്ചു വിശുദ്ധന്റെ അന്ത്യയാത്ര.